അപ്പൊ ഇപ്പൊ ഞാൻ ആഗ്രഹിക്കുന്ന ഈ അറ്റൻഷൻ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാ. കാരണം ഇവിടെ പോയ ആൾക്കാർ നമ്മളെ ഇപ്പൊ ഞാനൊരു ലുങ്കിയും ഒരു ഷർട്ടും ഇട്ടിട്ട് പോകുമ്പോ ആൾക്കാർ ഏതോ ഹൈദരാബാദി ശ്രദ്ധ. അതേ ഞാനിപ്പോ ഭയങ്കര ഡ്രസ്സ് ഇട്ട് ഭയങ്കര ഇതിന്റെ ടീഷർട്ടും ബെൽമെനൊക്കെ ഇട്ട് ഒരു പൊങ്ങനെ പോലെ നടക്കുമ്പോ ആൾക്കാർ കാരണം അങ്ങനത്തെ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, അല്ല അതൊക്കെ അവരുടെ ചോയ്സ് ആണ്, മനസ്സിലായില്ലേ? വസ്ത്ര സ്വാതന്ത്ര്യം ആൾക്കാരുടെ ചോയ്സ് ആണ്. ഞാൻ പ്രത്യേകിച്ച് ആണുങ്ങളുടെ കേസിൽ വലിയ ബ്രാൻഡഡ് ഷർട്ടും ഇടുന്ന സാധനം ഇപ്പൊ ചില ബിസിനസ്സുകാരൊക്കെ ഉണ്ട് ദുബായിലൊക്കെ. അപ്പൊ ചില ആൾക്കാർ എൽവിയുടെ ബെൽറ്റ് മറ്റേത് ഷൂസ് ഒക്കെ ഇട്ടിട്ട് പോകുന്ന കാണുന്ന സമയത്ത് അവർ പറയും അവിടെ ബിസിനസ് ചെയ്യുന്ന സമയത്ത് ആൾക്കാർ അവരെ ജഡ്ജ് ചെയ്യും. ഗ്ലോബൽ ബിസിനസ് സ്റ്റാൻഡേർഡ്സ്, മനസ്സിലായില്ലേ? അതുപോലെ തന്നെ ഒരു സ്റ്റാർ, ഓക്കെ, അവർ ഒക്കേഷൻ അനുസരിച്ച് ഡ്രസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു തെറ്റുമില്ല. പക്ഷെ അദ്ദേഹം ഇപ്പൊ എന്ത് ഡ്രസ് ഇട്ടാലും, രജനീകാന്ത് വളരെ സിമ്പിൾ ആയിട്ട് ഡ്രസ് ഇട്ട് വരുന്ന ആളാണ്. ഇപ്പൊ നമുക്കറിയാവുന്ന പ്രണവ് വളരെ സിമ്പിൾ ആയിട്ട്, പ്രണവ് എന്തിട്ടാലും നമുക്ക് പ്രണവാണ്, രജനിയാണ്. ഇപ്പൊ നമുക്ക് എങ്ങനെയാണെങ്കിലും ചില നടന്മാര് അല്ല, ഒരിക്കലല്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഇപ്പൊ നമുക്ക് അത് കിട്ടുന്ന സമയത്ത് നമ്മൾ എന്തിന് അതിനുശേഷം എന്ന് വെച്ചാൽ ഈ മെറ്റീരിയലിസ്റ്റിക് സാധനങ്ങളോട് എന്ന് വെച്ചാൽ ഈ വലിയ വിലപിടിപ്പുള്ള ഡ്രസ്സുകൾ, ഫോണുകള്, വാച്ചുകള്, പിന്നെ ബാഗുകള്, ഇതൊക്കെ എനിക്ക് ഭയങ്കര അത്തരം മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാരോട് തന്നെ നമുക്കൊരു അതൊക്കെ അൾട്ടിമേറ്റ്ലി അവരുടെ ഇഷ്ടം, അവരുടെ ചോയ്സിനപ്പുറം നമുക്ക് അങ്ങനെ കാണുന്ന ആൾക്കാരെ കാണുമ്പോൾ എനിക്ക് പലപ്പോഴും ഒരു കോമാളി അല്ലെങ്കിൽ ഈ രണ്ട് ബെൽറ്റും ഈ ഒരു കാണിക്കാൻ വേണ്ടി കാണിക്കുന്ന പോലെ പലപ്പോഴും തോന്നിയിട്ടുണ്ട്, പ്രത്യേകിച്ച് മലയാളികൾ. കാരണം ഭയങ്കര വോണബി ആയി പോവാന്ന് പറയല്ലോ. വേറൊരാളെ പോലെ ഇപ്പൊ നമ്മൾ ഇൻഫ്ലുവൻസ്ഡ് ആണല്ലോ ഹിന്ദിന്നും ഇവര് കണ്ടിട്ട് കാണുന്ന സമയത്തൊക്കെ. അപ്പൊ അത് കണ്ടിട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളായിട്ടൊരു സാധനം സ്റ്റൈൽ ചെയ്യുന്നതും ഇപ്പൊ മമ്മൂക്ക സ്റ്റൈൽ ചെയ്യുന്ന കാണുമ്പോൾ വേറെ തന്നെ രസമാണ്. കാരണം മമ്മൂക്കയുടെ സ്റ്റൈലിന് ബ്രാൻഡിനപ്പുറം, കാരണം നമുക്ക് സോൾ സ്റ്റോറിന്റെ ഒക്കെ ഡ്രസ് ഷർട്ടൊക്കെ കിട്ടും, നമുക്ക് ബ്രാൻഡല്ല, നമുക്ക് സ്റ്റൈൽ ചെയ്യുന്ന രീതിയിലാണ്. അപ്പൊ സ്വന്തമായിട്ട് സ്റ്റൈൽ ഇല്ലാതെ വരുമ്പോൾ ഒരു ഇതില്ലാതെ വരുന്ന ആൾക്കാരാണ് പലപ്പോഴും. പിന്നെ ഇടുന്ന മുണ്ടും ഭയങ്കര ലേസി ആയിട്ട് ചില സമയത്ത് ഒരു മുണ്ടും ഷർട്ടും ഇട്ടിട്ട് വരുന്ന. അപ്പൊ ഒരു സ്റ്റൈലിങ്ങിനാണ് ഫോക്കസ് ചെയ്യുന്നത്, അല്ലാണ്ട് ബ്രാൻഡിനല്ല. ഓക്കെ, അതല്ലാതെ ബ്രാൻഡ് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, അത്തരം ആൾക്കാരെ കാണുന്ന സമയത്ത് നമ്മൾ വെട്ടുന്നില്ലേ കൂള നമുക്ക് തോന്നിപ്പോവും. കാരണം ബ്രാൻഡഡ് ഷർട്ട്, ബ്രാൻഡഡ് പാന്റ്, ബ്രാൻഡഡ് ഷൂസ്, പ്രത്യേകിച്ച് ഈ സിനിമ, മീഡിയ, ഞാൻ പറഞ്ഞ ബിസിനസ്സുകാരുടെ കേസിലല്ല, അവർക്കത് സ്റ്റാൻഡേർഡ് ചിലപ്പോൾ കീപ്പ് ചെയ്യേണ്ടി വരും. അല്ലാത്ത കേസിൽ നമ്മൾ ചില ആൾക്കാരെ കാണുന്ന സമയത്ത് കാണിക്കാൻ വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് ചില ബ്രാൻഡുകൾ ഏതായാലും തോന്നിപ്പോവും. കാരണം ചില സമയത്ത് ഈ എയർപോർട്ട് ലുക്കിലൊക്കെ ചില ആൾക്കാർ ബ്രാൻഡഡ് ഷൂസും ബ്രാൻഡഡ് ബാഗും ബ്രാൻഡഡ് വാച്ചും ഇതൊക്കെ മറ്റേതൊക്കെ ഇട്ടിട്ട് വരുന്ന സമയത്ത് ഏതായാലും അതിന് തോന്നിപ്പോവും. പിന്നെ ഇതൊക്കെ അൾട്ടിമേറ്റ്ലി ഞാൻ പറഞ്ഞു, ഇതൊക്കെ അവരുടെ ചോയ്സും. പൈസ വരുമ്പോൾ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. അൾട്ടിമേറ്റ്ലി നമുക്ക് എൻ്റെ പെർസ്പെക്റ്റീവിൽ എനിക്ക് അങ്ങനെ കാണുന്ന ആൾക്കാരെ കാണുമ്പോൾ ഒരു വളരെ ലളിതമായിട്ട് ഡ്രസ്സ് ചെയ്യുക, വളരെ അപ്പീലിംഗ് ആയിട്ട്, അല്ലെങ്കിൽ അതാ പറഞ്ഞത് സ്റ്റൈൽ ചെയ്യുക എന്ന് പറയുന്നത് വലിയ ബ്രാൻഡഡ് ഡ്രസ്സ് ഇടുന്നതിലല്ല സ്റ്റൈലിംഗ് ഈ പറഞ്ഞ പോലെ നിനക്ക് ചേരുന്ന, നിനക്ക് കംഫർട്ടബിൾ ആയി നിനക്ക് തോന്നുന്ന എന്തും ഓക്കെയാണ്. ഏറ്റവും സിമ്പിൾ ആയിട്ട് ഡ്രസ് ചെയ്യുന്ന ആൾക്കാരെ കാണുമ്പോൾ നമുക്കൊരു എലഗന്റ് ആയിട്ട് ഡ്രസ് ചെയ്യുക എന്നുള്ളതാണ് ബ്രാൻഡിനപ്പുറം. നേരത്തെ സംസാരിച്ച സമയത്ത് ഈ പ്രണയങ്ങളെ പറ്റി സംസാരിച്ചത്, ഈ ഓപ്പോസിറ്റ് സെക്സിനോടുള്ള ആ ഒരു ഇഷ്ടം, അത് ഇഷ്ടപ്പെടാനുള്ള സ്ട്രാറ്റജീസ് ഒക്കെ സംസാരിച്ചിട്ടുണ്ട്. ഇതെപ്പോഴാ ഇതിലൊരു ഭയങ്കര രസമുണ്ട്, ഭയങ്കര ഫണ്ണുണ്ട്, അത് തിരിച്ചറിഞ്ഞ ശരിക്കും ഏത് ക്ലാസ്സില്ല? കുറേ പ്രണയങ്ങൾ ഇത് ഭയങ്കര രസമായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ആളുകളുടെ ഒരു അറ്റൻഷൻ കിട്ടുന്ന, ഒരു ലവ് കിട്ടുന്നുണ്ട്, ഇതിപ്പോഴും ഭയങ്കര ഇഷ്ടം തോന്നിയ ആ ഒരു കാലഘട്ടം എത്രാം ക്ലാസ്സാ? പെൺകുട്ടികൾ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലുക്ക് ഡെഫിനറ്റ്ലി മാറ്റേഴ്സ്, ഇല്ലെന്നല്ല. ഫസ്റ്റ് ലുക്ക് എന്ന് പറയുന്നത് അവർ ആദ്യമായിട്ട് ശ്രദ്ധിക്കുക ചിലപ്പോൾ ഒരാളെ കാണുമ്പോൾ അയാളെ എങ്ങനെ ഇരിക്കുന്നു, കാണാൻ എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. പക്ഷെ ഏറ്റവും വലിയ സൗന്ദര്യം അയാളുടെ സംസാരവും അയാളുടെ സ്വഭാവമാണ്. അപ്പൊ എനിക്ക് എൻ്റെ സംസാരം ഇഷ്ടപ്പെട്ട് തുടങ്ങിയതാണ് ചെറുപ്പം മുതലേ. എൻ്റെ ക്ലാസ്സിലുണ്ടായിരുന്ന പെൺകുട്ടികൾ ഉൾപ്പെടെ നമ്മളൊരു ചാം വർക്കൗട്ട് ചെയ്യുക എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ. ചാം വർക്കൗട്ട് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും ചെയ്യണ്ട, ഒന്ന് ചിരിക്കുക, ഒന്ന് സംസാരിക്കുക, ചെറിയ രീതിയിലുള്ള സാധനങ്ങൾ. അപ്പൊ നമ്മൾ നമുക്ക് ഒരിക്കലും നമ്മൾ കോൺഫിഡൻസ് കളയരുത്. നമ്മളിപ്പോ ഒരു ലുക്ക് വൈസ് നമ്മളിപ്പോ ഒരു ആവറേജ് ആയിരിക്കും. ഇപ്പൊ ഞാനൊരു ആവറേജ് ലുക്കിംഗ് ആളാണെങ്കിലും നമ്മൾ കോൺഫിഡൻസ് കളയരുത്. നമ്മുടെ സംസാരവും നമ്മുടെ സ്വഭാവത്തിലാണ് പെൺകുട്ടികൾ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എൻ്റെ എക്സ്പീരിയൻസിലൊക്കെ എന്നെ ഇഷ്ടപ്പെട്ട കുട്ടികളൊക്കെ നമ്മുടെ സംസാരവും നമ്മുടെ സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ മഹത്തായ സ്വഭാവമൊന്നുമല്ല, പക്ഷെ കാണിക്കൂലല്ലോ ഇതാണ് കൂളയാണെന്നുള്ളത്. അവരോട് കാണിക്കുമ്പോൾ ഭയങ്കര എന്തോ വലിയ പ്രോഗ്രസീവ് ആയിട്ടുള്ള ചിന്തകളും ഉള്ളിൽ ഷോവനിസ്റ്റ് ഒക്കെ ആയിരിക്കും. ഞാനല്ലായിരുന്നു, പക്ഷെ എന്നാൽ പോലും
വളരെ പ്രോഗ്രസീവ് ആയിട്ടുള്ള ചിന്തകളും വളരെ ഫെമിനിസ്റ്റ് അവരെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള എംപവർമെന്റിന് വേണ്ടി സംസാരിക്കുന്ന ആളൊക്കെ ആയിട്ട് അവരെ തോന്നിപ്പിക്കും. നൈസ് ഗൈ ഒക്കെ തോന്നിപ്പിക്കും. പിന്നെ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ എനിക്ക് പെൺകുട്ടികൾ പറയുന്നത് എനിക്ക് ഷാറൂഖിന്റെ സിനിമ ഭയങ്കര ഇഷ്ടമാണ്. ഹേയ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഷാറൂഖ്. എനിക്ക് ഐ ലവ് മറ്റേ മൈക്കിൾ ജാക്സന്റെ മ്യൂസിക്, പോപ്പാണ് എൻ്റെ. പോപ്പാണോ? നമ്മൾ അവരുടെ ഇഷ്ടങ്ങൾ എന്താണോ അതിനെല്ലാം ഒന്നിനും നമ്മൾ എതിർപ്പില്ല. ഓക്കെ, എല്ലാത്തിനും ഓക്കെയാണ്. കോമൺ ഇൻട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കുക. നിന്റെ ഇഷ്ടങ്ങൾ എൻ്റെ ഇഷ്ടങ്ങളോ, എൻ്റെ ഇഷ്ടങ്ങൾ നിന്റെ ഇഷ്ടങ്ങളോ, അവരുടെ ഇഷ്ടങ്ങൾ എൻ്റെ ഇഷ്ടങ്ങൾ നിന്റെ ഇഷ്ടമായില്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. ഓക്കെ, പക്ഷെ നമ്മൾ പെൺകുട്ടികളെ സംബന്ധിച്ച് അവരുടെ എല്ലാ ഇഷ്ടങ്ങളും നമ്മുടെ ഇഷ്ടങ്ങളാക്കിയേ പറ്റൂ. അപ്പൊ ഏറ്റവും ടഫായിട്ട് അങ്ങനെ ക്രാക്ക് ചെയ്തൊരു ലവ് ഏതാ? അല്ല, അങ്ങനെ എനിക്ക് ടഫായിട്ടുള്ള സംഭവമൊന്നുമില്ല. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കും, പ്ലസ് 2 പഠിക്കുന്ന പെൺകുട്ടികളൊക്കെ വിളിച്ചിട്ടുണ്ട് ട്യൂഷന് പോയിട്ട്, പ്ലസ് 2 ട്യൂഷന് പോയിട്ട്. അതിനുവേണ്ടി പ്ലസ് 2 സിലബസ് അടക്കം ഞാൻ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിലൊന്നും കാര്യമില്ല. ടഫൊക്കെ നമുക്ക് ഇതൊക്കെ ടഫാണ് അങ്ങനെ പറഞ്ഞു വരുമ്പോ. അല്ല, ഇതൊക്കെ ഒരു കാലമല്ലേ. ഇപ്പൊ എന്റെ കൂടെ ഉണ്ടായിരുന്ന എന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്, അനിയനായിരുന്ന സുഹൃത്തുണ്ട്. ആ സുഹൃത്ത് എന്ന് പറയുന്നത് ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവൻ 5ാം ക്ലാസ്സിലാണ്. ഓക്കെ, അനിയൻ സുഹൃത്തെന്ന് പറയാൻ കാരണം അവൻ ഒരു കാലയളവ് മുഴുവൻ എൻ്റെ കൂടെ തന്നെ ആയിരുന്നു. അവന് ആദ്യമായിട്ടൊരു പ്രണയം സെറ്റ് ചെയ്ത് കൊടുക്കുന്നൊക്കെ ഞാൻ 7ാം ക്ലാസ്സിൽ 8ാം ക്ലാസ്സിലൊക്കെ. കാരണം അവന്റെ പെങ്ങളെ എനിക്ക് ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് പിന്നെ കൊണ്ട് നടക്കും. കാരണം അവന്റെ പെങ്ങൾ എന്നെ ആദ്യം തന്നെ അവൾക്ക് എന്നോട് താല്പര്യമില്ലാത്ത കാരണം അവൾ എന്നെക്കാൾ 2 ദിവസം മൂത്തതായിരുന്നു. അപ്പൊ അവളെ അനിയനെ പോലെ കണ്ടിരുന്നത്. അതെനിക്ക് സഹിക്കാൻ പറ്റിയിരുന്നില്ല. ഓക്കെ, അപ്പോ എന്നുവെച്ചാൽ ഞാൻ 10ൽ പഠിക്കുമ്പോൾ ആ കുട്ടി പ്ലസ് 2 പക്ഷെ സിംഗിൾ ആയിരുന്നു ആ കുട്ടി. പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ പ്രായം ഒരു പ്രശ്നമായതുകൊണ്ട് തന്നെ ഇവനെ വെച്ചിട്ടാണ് ഞാൻ ഓപ്പറേറ്റ് ചെയ്തത്. കാരണം അവിടെ നടക്കില്ലെന്ന് മനസ്സിലായപ്പോ. അപ്പൊ ഇവൻ എല്ലാ ദിവസവും ജ്യൂസ് വാങ്ങിച്ചു കൊടുക്കും, ഇവൻ എല്ലാ ദിവസവും മറ്റേ ജുജുന്നൊക്കെ ആക്കി കൊടുത്തിട്ട് ഇവനെ ഞാൻ പറഞ്ഞു വിട്ടിട്ട് എന്നെ പറ്റി പോക്കി പറയാൻ വേണ്ടി പറയില്ല. പക്ഷെ ഇവൻ അങ്ങനെ എന്നെ പറ്റി സംസാരിച്ച് ആ വഴി ഞാൻ പിന്നെ വീട്ടിലേക്ക് പോയി, ഇവന്റെ കൂടെ വീട്ടിലേക്ക് പോയി അങ്ങനെ അതൊക്കെ തന്നെ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ നമ്മളൊരു ഫ്ലാറ്റിൽ ഡെയിലി നമ്മളൊരു ടൗൺഷിപ്പാന്ന് വിചാരിക്കുക. ഈ ടൗൺഷിപ്പിനകത്ത് താമസിക്കുന്ന സമയത്ത് നീ ഡെയിലി ആ കോളനിക്കകത്ത് ഒരു പെൺകുട്ടീനെ കാണുന്നു. ചിലപ്പോൾ അമ്മയുടെ കൂടെ ആയിരിക്കും നടക്കാൻ വരിക, സുഹൃത്തിൻ്റെ കൂടെ ആയിരിക്കും നടക്കാൻ വരിക. നീ നടന്ന് ക്രോസ് ചെയ്ത് പോകുമ്പോൾ നമ്മളൊരു ചെറിയ ലുക്ക് കിട്ടും. നമ്മൾ ആദ്യത്തെ കാണുന്ന സമയത്ത് ഒന്ന് കണ്ടു, പെൺകുട്ടി ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കില്ല, നമ്മൾ വീണ്ടും നടക്കുന്നു. രണ്ടാമത്തെ പിന്നെ ഒരു 3 ദിവസം കഴിയുന്നു, 4 ദിവസം കഴിയുന്നു, 5 ദിവസം കഴിയുന്നു. ചിലപ്പോൾ ഒരു 5ാമത്തെ ദിവസം നമ്മൾ കാണുമ്പോൾ സ്ഥിരമായി നടക്കുന്ന ഒരാളെ കാണും, നമ്മൾ ചിരിക്കും. അപ്പം അവളും ചിലപ്പോൾ ചിരിക്കും. പക്ഷെ നമുക്ക് സംസാരിക്കാനുള്ള അപ്പോഴും ഒരു അവസരം ഉണ്ടാവില്ല. ചിലപ്പോൾ അവളുടെ കൂടെ ഒരു കൂട്ടുകാരി ഉണ്ടാവാം, ഒറ്റയ്ക്ക് നടക്കേണ്ട കാര്യമില്ല. അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പൊ അങ്ങനെയുള്ള ഘട്ടങ്ങൾ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ